മലയാള സിനിമയുടെ ഒരേ ഒരു അഹങ്കാരവും അഭിമാനവുമായ നമ്മുടെ ലാലേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ടുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടിയാണ്. വീട്ടിലൊരു 3-4-5 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് എടുത്തോളി, തൊലി കളഞ്ഞ് ഒന്നങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെക്കുക. ഓവറായിട്ട് കട്ടിക്ക് ചെയ്യേണ്ട നൈസായിട്ട് മാത്രം മതി. ഒരു സ്പൂൺ മിൽമ ഗീ എടുത്ത് ചൂടാക്കിയ പാനിലേക്ക് മെല്ലെ അങ്ങോട്ട് തട്ടിക്കൊടുത്ത് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ശേഷം സ്ലൈസ് ചെയ്ത് വെച്ച നമ്മുടെ ബനാന എടുത്ത് ചട്ടിയിലേക്ക് മെല്ലെ അങ്ങോട്ട് തട്ടി കൊടുക്കുക. പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തത്തിലിട്ടത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ബനാനയെ ഒന്നങ്ങോട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ശർക്കര നന്നായിട്ട് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മുടെ ഏലക്കായ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കുക. എന്റെ മോനെ നല്ല കിഡിലെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരു പിടി തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് വെതറി കൊടുക്കുക. ലാലേട്ടൻ ഇതിൽ റമ്മൊക്കെ മിക്സ് ആക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് പറ്റാത്ത കാരണം നമ്മളത് ആഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ആയിട്ട് ഇതിൽ പ്രധാന കണ്ണിയാണ് ഈ കാണുന്ന 1-2 ഐസ്ക്രീം ഇതിന്റെ മേലെ വെച്ച് കൊടുക്കുക. സാക്ഷാൽ നമ്മുടെ ബനാന ഡെസേർട്ട് സെറ്റാണ് മക്കളെ. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഐസ്ക്രീം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു സാധനം മുതലും കൂട്ടി മസ്റ്റ് 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 ട്രൈ ചെയ്യടാ. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് കഴിക്കുക. കണ്ണങ്കാരി സാധനം മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഉണ്ടാക്കാൻ മറക്കണ്ട.